എന്തായാലും നിങ്ങളുടെ ഇതിലൊന്നും ഒരു പങ്കെടുക്കാന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 500 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് നമ്മൾ കണ്ണൂരെത്തിയത് പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാനാണ്. പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുമ്പോൾ പുള്ളിയെ കാണാൻ പറ്റുമെന്ന് ശരിക്കും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരു 2 മാസം മുമ്പ് ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം പിന്നീട് കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഞാൻ സംഭവം മെസ്സേജ് അധികം ശ്രദ്ധിക്കില്ല, അപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, നോക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് അത് കണ്ടിട്ടില്ല, മെസ്സേജ് കണ്ടിട്ടില്ല. ഓക്കെ. ഞാനിപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് അത്യാവശ്യം. അപ്പോൾ സാധനം എടുക്കാനല്ല, എൻ്റെ വീഡിയോൻ്റെ ഇൻട്രോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ അത് പറ്റിയില്ല. എന്നാലും എനിക്ക് പെട്ടെന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോഴാണ് ഇവരെ കണ്ടത്. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും തിരുവനന്തപുരത്ത് നിന്ന് ബൈക്കെല്ലാം ഓടിച്ചിട്ട് വന്നതല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇതിലൊന്നും ഒരു പങ്കെടുക്കാന്നുള്ളത് നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നല്ല അടിപൊളി ഒരു ഇൻട്രോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ഞാൻ ചെയ്തുതരാം. ഞാൻ പോവാം, എനിക്ക് സമയമില്ല. ശരി ശരി. അപ്പൊ ഞങ്ങൾ അറാപ്പൈമനെ ഫീഡ് ചെയ്യിക്കാം. അറാപ്പൈമനെ ഫീഡ് ചെയ്യുന്നത് നോർമലി നമ്മൾ കുറച്ച് വലിയ ഫിഷ് ഉണ്ടാവാം. ഇന്ന് നമ്മൾ നിർഭാഗ്യവശാൽ വലിയ ഫിഷ് ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ഇവിടെ കടൽ ബന്ധം. അപ്പോൾ ഉള്ള ഫിഷിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഇവരെ ചെയ്യാൻ മടിയും പേടിയൊന്നും ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതിന്റെ വാലിൽ പിടി. ഇതെടുത്തോ. ഞാൻ പറയുന്നത് പോലെ ചെയ്യണേ. നിങ്ങൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആളായിരിക്കും, എന്നാലും നമ്മൾ ഇവിടുത്തെ ആ സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ 2 വെള്ളം വീഴുന്നതിന്റെയും ഇടയിൽ നിങ്ങൾ മീനിന്റെ അറ്റത്ത് പിടിച്ചോ, വളരെ അറ്റത്ത്. ഓക്കെ, ഇനി അറ്റത്ത്. എന്നിട്ട് ജസ്റ്റ് അതിന്റെ തല വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ പൊസിഷൻ. ഞാൻ വെക്കുന്നതിന് മുമ്പേ അടിച്ചിട്ട് കേട്ടോ. കൈ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈ പോട്ടാ. കാണിച്ചേ, കൈ കാണിച്ചേ. കിട്ടിയേ? ഇല്ല, ബ്ലഡ് എന്തായാലും വരും. കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഉറപ്പായി. കിട്ടിയിട്ടില്ലേ? മിസ്സായി പോയല്ല. വേറെ കൂടെ കൊടുത്തോ. കിട്ടിയില്ലേ? ചെറുതായിട്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കുറവ്. ഇല്ലല്ല, മുറിഞ്ഞില്ല. മുറിയാണ്ടിരിക്കൂല. മുറിഞ്ഞിട്ടില്ല. അത് ബ്ലഡ് അവിടെ വരുന്നതിലും വന്നോളൂ. മുറിഞ്ഞിട്ടില്ല. ഇല്ലേ? വീണ്ടും ടെൻഷനല്ല. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഉഷാറാക്ക്. നമ്മുടെ ഈ പെറ്റ് സ്റ്റേഷനെ കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോസ് കാണുന്നതോറും എനിക്ക് ഇവിടെ വരാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് ആദ്യം ട്രെയിനിനൊക്കെ വരാമെന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങനെയാണ് നമ്മൾ ബൈക്കിൽ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് എനിക്ക് ഒട്ടും നഷ്ടം തോന്നിയില്ല. കാരണം അത്രയും നീറ്റായിട്ടാണ് ഇവിടെ പെറ്റ്സിനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കിയത് എൻ്റെ പിന്നിലേക്ക് കാണുന്ന ഈ കേജുകളിലും അതുപോലെ തന്നെ ഇഗ്വാനാസും ഡക്സിനെയൊക്കെ ആണെങ്കിൽ ഇവിടെ തുറന്നൊക്കെ വിട്ടിരിക്കുന്നത് കേട്ടോ. അത്രയും ഭയങ്കര സെറ്റായിട്ടുള്ള ഒരു നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇവരെയൊക്കെ നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചില പ്രൈവറ്റ് ആയിട്ടുള്ള ഷോപ്പുകളിലോ അങ്ങനെയൊക്കെ പോകുമ്പോഴുള്ളതെന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നീറ്റായിട്ടാണ് നമുക്കിവിടെയുള്ള ബേഡ്സിനെ ആയാലും ഫിഷ് ആയാലും എല്ലാ സാധനവും കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവരുടെ ന്യൂട്രീഷൻ ആയാലും എല്ലാ കാര്യവും അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എനിവേ, ഹാറ്റ്സ് ഓഫ്. നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ ഒരു ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഈ കോയ് കാർബിന് തീറ്റ കൊടുക്കുക. അപ്പോൾ അവരിവിടെ തീറ്റയൊക്കെ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം നമ്മളിങ്ങനെ കയ്യിലാക്കി ഇങ്ങനെ മുറുക്ക പിടിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിരിക്കും. തീറ്റ കണ്ടതും എല്ലാവരും ഇങ്ങനെ വാ തുറന്ന് ചുറ്റും വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ. അടിയാണ് കേട്ടോ. അടിപൊളി. കഴിഞ്ഞു. എല്ലാവരും കയ്യിൽ വന്ന് ഉമ്മ വെച്ചിട്ടൊക്കെ പോവുകയാണ്. പക്ഷേ ഫുഡ് തീർന്നു പോയി. ഡിഫറൻ്റ് ആയിട്ടുള്ള ബേർഡ് സ്പീഷീസാണ് ഇതാ ഈ ഒരു സെക്ഷനിൽ അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിൽ നോക്കുമ്പോൾ എന്താ ഇത് വൈറ്റ് ഫ്രണ്ടഡ് ആമസോൺ ആണ്. ഇതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ആമസോൺസ് ആണ് കേട്ടോ. അതുപോലെ ഇതാ എക്ലറ്റസ്, നമ്മുടെ വീഡിയോസിൽ സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. ഇത് വന്നിട്ട് സൺഗോണിയോറാണ്. റെഡ് ലോഡ് ആമസോൺ. ആമസോണിൽ തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് കാണാം കേട്ടോ.
ഇതേ നമ്മുടെ ഈസ്റ്റേൺ റോസ് അല്ല, ഗോൾഡൻ മാൻഡിലാണ്. ഇത് നോക്കി, ടെയിൽ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള റോസല്ലാണ് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹെഡിലേക്ക് വന്ന് കുറേ കൂടെ ലൈറ്റർ ഷെയ്ഡായിരിക്കും. ഇത് കംബോഡിയൻ സ്ക്യൂറൻ, 4-5 പേരുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ഇവിടെ കാണുന്ന അണ്ണാൻ്റെ ഒരു 3 ഇരട്ടി സൈസ് ഉണ്ടാവും കേട്ടോ. ഇവർ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ് ആണ് ഇവർക്ക് വരുന്നത്. നമുക്കിപ്പോൾ ഒരു ജോഡിയൊക്കെ വാങ്ങണമെങ്കിൽ 70-80 രൂപ മിനിമം കൊടുക്കേണ്ടി വരും. നല്ല ആക്റ്റീവായിട്ടുള്ള പെറ്റ്സാണ്. നമ്മുടെ ഇവിടുത്തെ മെക്കാവ്സിന് വേണ്ടി അവരിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കേജസ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് വാട്ടർഫാളും അതുപോലെ തന്നെ നെസ്റ്റ് ബോക്സും അവർ മരച്ചില്ലകളും എല്ലാം ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല കിടിലമായിരിക്കും. നമ്മൾ ഈ പെറ്റ്സായിട്ടൊക്കെ മെക്കാവിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ചെയ്താൽ നല്ല മനോഹരമായിരിക്കും കേട്ടോ. ഹലോ, അടിപൊളി. പാത്രം വെച്ചപ്പോഴെല്ലാവരും എത്തി. ഇതിവിടെ ഈ സ്മാൾ കൊണിയൂസിന് വേണ്ടിയിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി നമുക്കിതുപോലെ ഇവർക്ക് ഫീഡൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അവസരമുണ്ട്. എല്ലാവരും ഓടി വന്ന് തോളത്തും ആ പാത്രത്തിലേക്കും എല്ലാം വന്നിരിക്കുകയാണ് കേട്ടോ. ബാ ബാ ബാ. കൊള്ളാല്ലേ? അതെ, ആ ഡയമണ്ടോ ഡാൻസ് കളിക്കുന്ന നോക്കി. അതിൻ്റെ ഇണയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളിയാണ് കേട്ടോ. ഇപ്പോൾ ഡയമണ്ടോ അല്ല, ഇതുപോലെ ഒരു കോളനി സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ കേജ് സെറ്റപ്പ്. ഒരു വലിയൊരു ഏവിയറിക്കകത്ത് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. കിടിലായിരിക്കും. നോക്കി, ആ മരക്കൊമ്പൊക്കെ വെച്ച് അതിനകത്ത് അവിടെ ആയിട്ട് നെസ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് കേക്ക് പാരക്കീറ്റാണ് കേട്ടോ. പാരക്കീറ്റല്ല, ശരിക്കും പാരറ്റ്സ് ആണ്. ഇതതിൽ ബ്ലാക്ക് ഹെഡഡ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരിനമാണ്. ഇതൊരു ഭയങ്കര പ്ലേഫുള്ളായിട്ടുള്ള ബേർഡ്സാണ് കേട്ടോ. നമുക്ക് നോർമലി അവരെ ഒരു പെറ്റായിട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ പെർ പീസ് തന്നെ 50 രൂപയ്ക്ക് മേളിലോട്ടൊക്കെ പ്രൈസ് വരാറുണ്ട്. ഒത്തിരി അധികം ഡിമാൻഡുള്ള ആൾക്കാരാണ്. അടിപൊളി കേട്ടോ. ഗ്രീൻ കളർ പൈത്തനാണ് കേട്ടോ. ട്രീ പൈത്തനാണ്. കളർ നോക്കിയ പച്ച കളർ. നൈസാണ് കേട്ടോ. ഇത് നമ്മുടെ നോർമൽ പൈത്തനെക്കാളും കുറച്ചുകൂടെ ചെറുതാണെന്ന് തോന്നല്ലേ. വണ്ണം കുറവാണ്. നമ്മുടെ ബോൾ പൈത്തനെ കമ്പയർ ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ വണ്ണം കുറവാണ്. നീളം നല്ല നീളമുണ്ട്, പക്ഷേ ഇതാ ഒരു വണ്ണം ഭയങ്കര കുറവാണ് കേട്ടോ. ഇത് നമ്മുടെ വീഡിയോസിലൊക്കെ ടാർസൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന മങ്കിയാണ് കേട്ടോ. ശരിക്കും റെഡ് ഹാൻഡഡ് ടാമറിനാണ്. നമ്മളുടെ കയ്യിലേക്ക് വന്നിട്ട് റെഡ് കളർ, കൈയും കാലിലേക്കും റെഡ് കളറേഷൻ വരും. ബാക്കി ബോഡിയിലേക്കൊക്കെ ഒരു കറുപ്പാണ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. കയ്യെ കാണിയും കൈയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതിവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ജാവ സ്പാരോസിൻ്റെ കേജാണ് കേട്ടോ. ഇതിനകത്ത് മരത്തിലാണ് അവർക്കുള്ള നെസ്റ്റ് ബോക്സുകൾ ചെയ്തിട്ടുള്ളത്. മരത്തിൽ മണ്ണ് വെച്ച് കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല മനോഹരമായിട്ടുണ്ട്. നമ്മളൊരു ഏവിയറിയൊക്കെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഐഡിയാസൊക്കെ ഉപയോഗിച്ചെടുക്കാം.
ഇത് നമ്മുടെ മർമോസെറ്റിലൊരു ഇനമാണ് കേട്ടോ, വൈറ്റ് ടബ്ഡ് മർമോസെറ്റ്. ഇത് അതിൻ്റെ ഒരു പേരാണ്. കൊത്താൻ വേണ്ടി നോക്കുവാണെന്ന് തോന്നുന്നു. ഹായ്. നമ്മുടെ ഈ പെറ്റ് സ്റ്റേഷനിലുള്ള പെറ്റ്സിനെയൊക്കെ കളർ ചെയ്യാനുള്ള ബുക്കാണ് കേട്ടോ. ഓരോരുത്തരുടെയും പേരും അവരുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനെ കളർ ചെയ്യാം അതുപോലെ വെച്ചിട്ട്. ഇതേ നോക്കിയ 2 പൂച്ചക്കുട്ടി. ഇത് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ സെയിൽസ് കൗണ്ടറിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഇത് നമ്മുടെ പുറത്തുള്ള ഒരു ടാങ്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറേ കോഴിക്കാർപ്പുണ്ട്. അവർക്കൂടെ നമ്മൾ കുറച്ച് ഫുഡ് കൊടുത്ത് നമ്മൾ പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകൾ കണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തേ. അതേ എല്ലാവരും കൂടെ വരുന്നുണ്ട്. ലൈക്ക് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നൈസ്.